ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം തിരക്കിലായി പോയോണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. ഞാൻ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നല്ലേ. പക്ഷേ കുറച്ച് മൾട്ടിപ്പിൾ പ്രൊജക്റ്റിലൊക്കെ ഒരേ സമയം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തീരെ ടൈമിംഗ് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് വീഡിയോസ് കുറവ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റിലൊക്കെ അത്യാവശ്യം കണ്ടൻസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ അത് ടൈം പോലെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇനി ഒരുപാട് കളർ ഗ്രേഡിൻ്റെ ടിപ്സും അതുപോലെ ഒരുപാട് ഫിലിം മേക്കിംഗ് കണ്ടൻറ്റും അതുപോലെ ഒരുപാട് എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ട്യൂട്ടോറിയലൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ കാത്തിരിക്കുക. സോ എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞു വായിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു കളർ ഗ്രേഡ് അഡ്വാൻസ് വീഡിയോ ഇട്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ബിഗിനിങ് ഒരു ഗ്രേഡ് അറിയത്തില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഒരു എൻഡ് ചെയ്യാം, ഒരു ഗ്രേഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നു. സോ അത്യാവശ്യം ആൾക്കാരെ കണ്ടിട്ട് എന്തായാലും നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ തന്നു ആ വീഡിയോയ്ക്ക്. സോ എനിക്കതിൽ കുറേ വന്ന കമൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ ലോഗോ എങ്ങനെ ഗ്രേഡ് ചെയ്യും. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം നമുക്ക് മറ്റ് ക്യാമറയുടെ ലോഗോ ചിലപ്പം കിട്ടാൻ പാടായിരിക്കില്ല, നമുക്ക് അക്സസിബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു ലോഗ് കിട്ടത്തില്ല. ഇപ്പം സോണി ആയിക്കോട്ടെ മറ്റ് ക്യാമറ ആയിക്കോട്ടെ അത്യാവശ്യം നല്ലൊരു ക്യാമറയിൽ നമുക്ക് നല്ല ലോഗ് സപ്പോർട്ട് ആകത്തുള്ളൂ. പക്ഷേ ഐഫോണിലിപ്പം ഐഫോൺ 15 മേളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ലോഗ് ഈസി ആയിട്ട് കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ 16, 15 നിങ്ങൾക്ക് 4K ലോഗ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവും കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാം. സോ നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഐഫോൺ ലോഗ്. സോ ഈ ഐഫോൺ ലോഗ് നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ. സോ അതുകൊണ്ട് ഇനി നിങ്ങൾ ഐഫോൺ ലോഗ് ഗ്രേഡ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ തരേണ്ട ഞാൻ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ കളർ പേജിലോട്ട് പോകാം. സോ ഇത് ഞാൻ ഐഫോണിൽ എടുത്തൊരു ഫുട്ടേജാണ്. നിങ്ങൾക്ക് മെറ്റഡേറ്റ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇൻസ്പെക്ടറിൻ്റെ ഇവിടെയാണ് നമ്മളെ മെറ്റഡേറ്റ, അതായത് നമ്മളെ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഒക്കെ. സോ ആപ്പിൾ ProRes 422 HQ ആണ് ഇതിൻ്റെ കോഡാക്കി വരുന്നത്. 24 FPS എൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ ഐഫോണിലെ ലോഗാണ്, കണ്ടോ. ഞാൻ കളർ ഗ്രേഡൊന്നും ചെയ്തിട്ടില്ല, ഫുൾ ലോഗിലാണ് നിങ്ങൾ കാണുന്നത്. ഇനി നേരെ നമുക്ക് എഡിറ്റ് പേജിൽ പോകാം. കളർ പേജിലോട്ടോ. ഓക്കെ, കളർ പേജിൽ ഞാൻ എന്തായാലും കളർ ഗ്രേഡിൻ്റെ ഒരുപാട് വിശദമായിട്ട് പറയുന്നില്ല, കാരണം ഞാൻ എന്തായാലും ഓൾറെഡി ആ വീഡിയോയിൽ അപ്ലോഡ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ഞാൻ അവിടെ കൊടുത്തേക്കാം. സോ നമുക്ക് ഞാൻ ചെറുതായിട്ട് ഇതിപ്പം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ലോഗ് ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡവഞ്ചിക്ക് അറിയത്തില്ല നമ്മൾ ഏത് ലോഗാണ് ഏത് ക്യാമറയാണ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഡവഞ്ചി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും, നമ്മൾ ഇന്ന ലോഗാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. സോ അതിന് നമ്മൾ ആദ്യം കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ സംഭവം ചെയ്യും. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് കളർ സ്പേസ് ട്രാൻസ്ഫോം ഇടുവാണ്. സോ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കണ്ടോ, ഇൻപുട്ട് കളർ സ്പേസ് ഇൻപുട്ട് ഗ്യാമയും. സോ ഇവിടെ നമ്മൾ നമുക്ക് ഡവഞ്ചിയിൽ നമുക്ക് ക്യാമറയുടെ ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. സോ ഇൻപുട്ട് കളർ സ്പേസിൽ ഞാൻ ഞാൻ പറഞ്ഞു ആപ്പിൾ ലോഗാണെന്നത്. പക്ഷേ ആപ്പിൾ ലോഗ് പുതിയ ലോഗാണ്ട് ഒരു കറക്റ്റ് ഒരു കളർ സ്പേസ് അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരി വൈഡ് ഗാമറ്റ് 3 ഉണ്ടോ, ആരി അലക്സായുടെ ക്യാമറയാണ്, അതിൻ്റെ വൈഡ് ഗാമറ്റ് 3 നമുക്ക് യൂസ് ചെയ്യാം. സോ അത് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി ഈ ഗ്രേഡിന് നമുക്കൊരു ആപ്പിളിന് ഇടാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ നേരെ ആരി വൈഡ് ഗാമറ്റ് 3 എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെതല്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ റിസൾട്ട് ഇത് കിട്ടുന്നതായിരിക്കും. ആപ്പിൾ ലോഗ് ഇറക്കുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് ഫ്രീ വേർഷനിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 5/19 ആണ്. നിങ്ങൾക്ക് മറ്റു വേർഷനിൽ ഇത് കിട്ടും. ഇൻപുട്ട് ഗ്യാമിൽ ഞാൻ നേരെ ആപ്പിൾ ലോഗ് കൊടുക്കുകയാണ്. ആപ്പിൾ ലോഗ് മുമ്പേ അവർ ഇറക്കിയിട്ടുണ്ട്, കാരണം ഈ ആപ്പിൾ ProRes ഒക്കെ നമുക്ക് പഴയ 14 ആയാലും ആപ്പിൾ ProRes എന്ന് പറഞ്ഞ കോഡാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതിന് വേണ്ടിയാണ് ഇവർ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ആപ്പിൾ ലോഗ് തന്നെ കൊടുക്കാം. ഇനി ഞാൻ ഔട്ട്പുട്ട് കളർ സ്പേസും ഔട്ട്പുട്ട് ഗ്യാമയും ഞാൻ ഡവഞ്ചി വൈറ്റ് ഗ്യാമയിലിട്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതാണ് നമുക്ക് കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മൾ ഇമേജ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരത്തില്ല. സോ ഇതിന് മുമ്പ് ഞാൻ സെറ്റിങ്സ് കൂടെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ സെറ്റിങ്സിലെ കളർ മാനേജ്മെൻറ്റ് സെറ്റിങ്സിൽ നിങ്ങൾ ഇതും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കളർ സയൻസ് ഡവഞ്ചി ORGB ആണ്, ഡവഞ്ചി WG എന്ന് പറയുന്നത് വൈറ്റ് ഗ്യാമറ്റും ഇൻ്റർമീഡിയറ്റും. സോ ഞാൻ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ഫുൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ സെറ്റിങ്സ് കൊടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയാണ്. എന്നിട്ട് നിങ്ങളിവിടെ സേവ് കൊടുക്കാൻ മറക്കാതെ, ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഡവഞ്ചി വൈറ്റ് ഗ്യാമിലേക്ക് കൊടുക്കുകയാണ്. ഡവഞ്ചി വൈറ്റ് ഗ്യാം ഇടുതാണ്ടേ. ഇനി ഔട്ട്പുട്ട് ഗ്യാമ ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ്, അതും കൂടെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മൾ IDT എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് IDT കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഒരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും കളർ സ്പേസ് ട്രാൻസ്ഫോം ഇടുവാണ്. സോ നമ്മളിവിടെ 2 IDTയും ODT ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ പറഞ്ഞു ഡവഞ്ചി വൈറ്റ് ഗ്യാമ ഇൻ്റർമീഡിയറ്റ് നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ നോഡിൽ നമുക്ക് ഇൻപുട്ടായിട്ട് അതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റ് കൊടുത്തു. ഇനി ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ് കൂടെ കൊടുത്തു.
ഓക്കെ. ഇനി നമ്മൾ ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ ഔട്ട്പുട്ട് ഗ്യാമയിലും റെക്സൺ 09 കൊടുക്കണം. ഈ റെക്സൺ 09 എന്തെന്നറിയാത്തവർക്ക് റെക്സൺ 09 ആണ് നമ്മളെ കളർ സ്പേസിൻ്റെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഇതാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഡിസ്പ്ലേ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ മാക്കിലാണ്. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു ഡിസ്പ്ലേ കാണുവാണെങ്കിൽ നമ്മളെ കളേഴ്സ് മോർ ആക്യുറസി ഒരേ സെയിം നമുക്ക് തോന്നും. നമ്മൾ ചിലപ്പോൾ ഇത് കറക്റ്റ് റെക്സൺ 09 ഫോർമാറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻറ്റ് നമ്മളെ ഗ്രേഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഔട്ട്പുട്ട് കളർ സ്പേസ് റെക്സൺ 09 കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ എ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ മാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡാവിഞ്ചി റെക്സൺ 09 ഗാമ 2.4 കൊടുക്കാം. അപ്പോൾ ഞാൻ 4 കൊടുത്ത് നിങ്ങളുടെ സേവ് കൊടുക്കുകയാണ്. സോ ഇവിടെ ഞാൻ ഔട്ട്പുട്ട് കളർ സ്പേസിൽ അതുപോലെ റെക്സൺ 09 കൊടുക്കുകയാണ്. റെക്സൺ 09 ഇവിടെ റെക്സൺ 09 കൊടുത്തു. ഇനി ഔട്ട്പുട്ട് ഗാമയിൽ ഗാമ 2.4 ഞാൻ ജസ്റ്റ് കാണിച്ചാൽ അതും കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം കംപ്ലീറ്റ് ആവും. ഗാമ 2.4 ഇപ്പോൾ കണ്ടോ നമ്മൾ എങ്ങനെ ഇരുന്ന നമ്മൾ ലോഗ് ഫൂട്ടേജിന് നമ്മൾ ഏകദേശം കൺവേർട്ട് ചെയ്ത് നമുക്കൊരു നോർമൽ നല്ലൊരു ഡൈനാമിക് റേഞ്ചൊക്കെ ഉള്ളൊരു ക്ലിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ബിഫോർ ആഫ്റ്റർ കണ്ടോ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആപ്പിൾ ലോഗിനെ കൺവേർട്ട് ചെയ്ത് നല്ലൊരു ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആപ്പിൾ ലോഗ് ഉപയോഗിച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് IDT ODTയും നിങ്ങൾക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് തന്നെ ഒരു ആപ്പിൾ ലോഗിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നോർമൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാവുന്നത്. സോ ഇങ്ങനെ ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മോർ ആക്യുറസിയും ബെറ്റർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളിപ്പം കമൻറ്റ് ചോദിച്ച് കണ്ടായിരുന്നു, അപ്പം ആപ്പിൾ ലോഗ് അല്ല ആപ്പിൾ നോർമലാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ എന്ത് IDT ആണ് ODT ആണ് കൊടുക്കേണ്ടത്. ODT എന്ന് ലേബൽ ചെയ്തേക്കാം. ODT എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം, IDT എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം. സോ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ ലോഗ് ഫൂട്ടേജ് മാത്രമാണെങ്കിൽ IDTയും ODTയും ചെയ്താൽ മതി. ഈ ലോഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ IDTയും ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു നോഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഐഫോൺ നിങ്ങൾക്ക് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഗ്രേഡ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾ എന്തായാലും നിങ്ങൾ ഐഫോണൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഗ്രേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. സോ ഗ്രേഡിൻ്റെ വൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. സോ ഇവിടെ ജസ്റ്റ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഹൈലൈറ്റ് ആണ്. സോ ജസ്റ്റ് ഹൈലൈറ്റ് ഞാൻ ഒന്ന് കില്ലുവാണ്, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. സോ അതിനെ ഫുൾ ഇങ്ങനെ ഒന്ന് മൈനസ് ചെയ്ത് ജസ്റ്റ് 0 ഇടുന്നു. സോ അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് അത് ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. സോ ഇവിടെ നമ്മൾ ഈ നമ്പറിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സിംഗിൾ നോഡ് നമുക്കിങ്ങനെ ഓഫ് ആക്കാൻ പറ്റും. കണ്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഹൈലൈറ്റ് ആയിരുന്നു, ഞാൻ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ തിരിച്ച് ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പം ജസ്റ്റ് ഒരു ചെറിയ ഹൈലൈറ്റിൻ്റെ ഗ്രേഡാണ് എനിക്ക് തോന്നി നിൽക്കുന്നത് കാണിച്ചു തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. സോ നിങ്ങൾക്ക് എന്തായാലും ഐഫോൺ എങ്ങനെ ഗ്രേഡ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോർമൽ വീഡിയോ ആക്കിയിട്ട് ഗ്രേഡ് ചെയ്യാമെന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഗ്രേഡിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ കാണുക. സോ എന്തായാലും ഇനിയും ഇതേപോലെ ഒരുപാട് കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. ഞാൻ അതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ അതേപോലെ ഞാൻ നിങ്ങൾക്ക് ലോകമല്ലാത്ത നോർമൽ ഫുട്ടേജിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇതെനിക്ക് IDT ODT സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് രീതിയിൽ ഗ്രേഡ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇനി മറ്റൊരു ഡാവിഞ്ചി റിസോൾവിൻ്റെ മോർ ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ ഫിലിം മേക്കിംഗ് കണ്ടൻ്റൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.